ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കിടിലായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്യാരറ്റ് തോരൻ. അതിനുവേണ്ടി ഞാനിവിടെ ഇത് നല്ല ഉരുണ്ട് കൊടുത്തിട്ടുള്ള ക്യാരറ്റുകൾ നല്ല പീസാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് നല്ല ഫ്രഷായിട്ട് കഴുകിയെടുക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ്, നന്നായി ഒന്ന് ഒരതി കഴുകട്ടെ. തോരനിലേക്ക് നമുക്ക് വേണ്ടിയത് ഒരു ചെറിയ പകുതി സവാളയും ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയാണ്. അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കുന്നതിന് മുമ്പായി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ക്യാരറ്റിനെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കും. ഇതിലിട്ട് ഇങ്ങനെ ക്യാരറ്റ് പോലും അറിയാതെ നമ്മൾ നൊടിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് തവണ ഇങ്ങനെ സ്പീഡിൽ ഇതിലിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കൈ ഒരുപാട് തവണ മുറിയാൻ ചാൻസ് ഉണ്ടായിട്ടുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല കിടിലനായിട്ട് ഇതിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതേ ഇവിടെ നോക്കിയേ, നമ്മുടെ പ്ലേറ്റ് മൊത്തത്തിൽ ഒരു ഓറഞ്ച് മയമായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കറിവേപ്പില ഇതേ ഞാൻ തണ്ടിൽ നിന്നും കൊഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ തോരൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. എനിക്ക് ഈ തോരനിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തോരനിൽ തേങ്ങ ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തോരനിൽ തേങ്ങ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പകുതി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചിരകിയെടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഒരല്പം മാത്രമാണ് ചിരകിയെടുക്കുന്നത്. നമുക്ക് കുക്കിംഗ് മെയിനായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇങ്ങനത്തെ ഓരോ സൗണ്ടുകൾ തരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ സൗണ്ടൊക്കെ കേട്ടിട്ട് കുക്ക് ചെയ്യാൻ. നമ്മൾ സംസാരിച്ചുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന ആ ഫീലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ ഇൻഗ്രീഡിയൻസും ക്യാരറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് തന്നെ ഉണ്ട്. പച്ചയും ലാവൻഡർ കളറും വൈറ്റും ഓറഞ്ചും ഗ്രീനും ഒക്കെ ചേർന്ന് നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കളർഫുള്ളായിട്ട് തന്നെ തോരനും ഉണ്ടാക്കിയെടുക്കാം. അതിനായി ആദ്യം തന്നെ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുകയാണ്. ഇതേ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ കോക്കനട്ട് ഓയിലാണ് നമ്മളിവിടെ കുക്കിങ്ങിനൊക്കെ എടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് കോക്കനട്ട് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് എന്താണ് നമ്മൾ ഇടാൻ പോകുന്നത്? അതെ, ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കടുകുമണികൾ ഇട്ട് കൊടുക്കുകയാണ്. കടുകുമണികൾ ഇതിലേക്ക് ഇടുമ്പോൾ എനിക്ക് എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വിഷുവിൻ്റെ ഒരു കാലമൊക്കെ ഒരു ഓർമ്മ വരും പെട്ടെന്ന്. വിഷുവിന് ചൈനീസ് പടങ്ങളില്ലേ, നമ്മുടെ ചറവറ പൊട്ടുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ആഹാ, അടിപൊളി. അപ്പം നമ്മുടെ കടുകുമണികളുടെ പൊട്ടലും ചുറ്റിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൊണ്ട് മാറ്റി വെച്ചിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം എൻ്റെ ശത്രുവിനെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടു കേട്ടോ. നോക്കണ്ട, നമ്മുടെ കോക്കനട്ട് തന്നെ ചിരകി വെച്ചിട്ടുള്ള കോക്കനട്ട് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മളിതൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും അലൗസരപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇത് വാടിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചല്ല ഇടുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം. മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. നമ്മുടെ വയറിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കുക്കിങ്ങിൽ. അതിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങ നമ്മൾ വറുത്തെടുക്കുന്നില്ല, ആ ഒരു പരുവം പോലെ ആക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇതേ ഞാനിവിടെ പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ്.
ഓക്കെ ഡൺ, നന്നായി വാട്ടി കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല കളർഫുള്ളായിട്ടില്ലേ? ഇനി നമ്മളത് ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ പതിവ് പരിപാടി തന്നെ ഇളക്കി കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം, കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയും തോരനൊക്കെ മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്തെടുക്കാണ്. ഞാൻ ഇവിടെ മൂടി വെച്ച് വേവിക്കുന്നില്ല. കാരണം മൂടി വെക്കുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ആവിയും വെള്ളമൊക്കെ ഇതിലേക്ക് തന്നെ മിക്സ് ആകുമ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരനെല്ലാം കൂടെ കട്ട പിടിച്ച് കിടക്കുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ വേറിട്ട് നിൽക്കുന്നതാണ്. സിംഗിൾ പസംഗ് കേട്ടിട്ടില്ല, അതുപോലെ നിൽക്കുന്നത് കാണാം. അങ്ങനെ ആയിട്ട് കിട്ടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ തേങ്ങ വരെ മിക്സ് ചെയ്തിട്ട് നന്നായി വഴറ്റിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതും നമ്മുടെ ഉപ്പേരി വെതറി നിൽക്കണം ചോറെല്ലാം അങ്ങോട്ട് വിളമ്പി കിടക്കുമ്പോൾ, അല്ലാതെ കട്ട പിടിച്ച് കിടക്കരുത്. അപ്പോൾ ഇതെന്നോട് ഇടയിൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. സെറ്റ്. നമ്മുടെ ക്യാരറ്റ് തോരൻ ഇതേ കിണ്ണം കാച്ചി ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.